ഹായ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ത്രൂ ദി ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ലൂയിസ് കരോളിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെയിം ബ്ലോക്കിൽ തന്നെ നമുക്ക് മറ്റൊരു സ്റ്റോറി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു ചിൽഡ്രൻസ് സ്റ്റോറി അല്ല, ഇത് യങ് അഡൾട്ട് ഫിക്ഷനാണ്. യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി, അതായത് കുട്ടിയല്ല എന്ന ഒരു അഡൾട്ട് ഏജ്, ഒരു 20 വയസ്സ് വരെയുള്ള അവർക്ക് വേണ്ടിയുള്ള ഫിക്ഷൻ എന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ശ്യാം ശെൽവധരൻ എന്ന കൊളംബോ അതേപോലെ ടൊറൻഡോ റൈറ്റർ, അതായത് ശ്രീലങ്കൻ കാനേഡിയൻ റൈറ്റർ ആയിട്ടുള്ള ശ്യാം ശെൽവധരൻ്റെതാണ് സ്റ്റോറി. ഫണ്ണി ബോയ് ആണ് സ്റ്റോറിൻ്റെ പേര്. ഇതിൽ ഒരു 7 years ഓൾഡ് ബോയ് അർജി എന്ന് പറയുന്ന, അർജി എന്നാണ് നിക് നെയിം, അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ്, അവൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. 1994 ഇത് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റോറി 8 ലാംഗ്വേജസിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡ്സൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഈ റൈറ്ററായിട്ടുള്ള ശ്യാം ശെൽവധരനുമായിട്ട് ഇത് ഭയങ്കര ബന്ധമുണ്ട് ഈ സ്റ്റോറിക്ക്. കാരണം അദ്ദേഹവും ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞത്, അദ്ദേഹം മൈഗ്രേറ്റ് ചെയ്ത ആളാണ് കാനഡയിലേക്ക്. അപ്പോൾ ഇതൊരു കൊളംബോ സെറ്റിങ്സിലുള്ള സ്റ്റോറിയാണ്. ഇതിലെ ക്യാരക്ടറൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒരു തമിഴ് കൾച്ചറാണ് ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ തമിഴ് ആണ്. അപ്പോൾ ലീഡിങ് പ്രൊട്ടോഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അപ്പോൾ ശ്രീലങ്കയിൽ 1983 കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോഴും അവിടെ സിൻഹള കമ്മ്യൂണിറ്റിയും അതേപോലെ ട്രഡീഷണൽ തമിഴ് കമ്മ്യൂണിറ്റിയും തമ്മിൽ എപ്പോഴും അവിടെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ മൈനോറിറ്റി ഗ്രൂപ്പായ തമിഴ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് അർജി എന്ന് പറയുന്ന അർജുൻ. അപ്പോൾ അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഈ അർജുൻ ഒരു ജെൻഡർ പ്രോബ്ലം, ഒരു സെക്ഷുവാലിറ്റി പ്രോബ്ലം നേരിടുന്ന ആളാണ്. ഒരു ഹോമോസെക്ഷലാണ്, ഗേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലം, അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഹി സ്ട്രഗിൾസ് ടു നെഗോഷിയേറ്റ് ദ സെൻസ് ഓഫ് സെക്ഷൽ ആൻഡ് എത്നിക് ഐഡൻറ്റിറ്റി. സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസും എത്നിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഇതിൽ അവൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെൻഡർ ഓഫ് ദ ബിൽഡിംഗ് റോമൻ ജെൻഡർ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബിൽഡിംഗ് റോമൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ്, അതായത് മെൻ്റൽ, മോറൽ, സൈക്കോളജിക്കൽ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓഫ് എ പ്രൊട്ടോഗണിസ്റ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്ന മാറ്റങ്ങൾ, അവന് ആ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ, മാനസികമായി ശാരീരികമായൊക്കെ ഒരാൾക്ക് വരുന്ന ആ ഒരു ജേണിയാണ് ഈ സ്റ്റോറിയിൽ ഇവിടെ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6th സെക്ഷനായിട്ട്, പോർഷൻസായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതേപോലെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ശ്രീലങ്കയാണ് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്സ് ആയിട്ട് വരുന്നത്. അതും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഞാൻ കഴിഞ്ഞ ഇയർ ഇലക്റ്റീവ് പേപ്പറായിട്ട് ജെൻഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല പേപ്പറായിരുന്നു, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേപ്പറായിരുന്നു. അപ്പോൾ അത് കുറച്ചെങ്കിലും ജെൻഡർ സെക്ഷുവാലിറ്റിനെ കുറിച്ച് അറിയെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനൊന്നുമില്ല. ഹോമോസെക്ഷൽ ആണ് ഇവൻ, ഒരു ഗേ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഹെറ്ററോനോർമാറ്റിവിറ്റിയിലുള്ള സെക്ഷുവാലിറ്റി അല്ല അവനുള്ളത് എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള അർജുനെക്കുറിച്ച് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇപ്പോഴന്നെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ആദ്യം പറയാം. അർജുൻ എന്ന് പറയുന്നത് അർജി എന്ന് വിളിക്കും, പ്രൊട്ടോഗണിസ്റ്റാണ്. പിന്നെ രാധ, ആൻഡ് ഓഫ് അർജി, അതായത് ഫാദർ സിസ്റ്ററാണ്, പെറ്റേണിറ്റിയിലുള്ള ആൻറ്റിയാണ് രാധ. പിന്നെ അനിൽ, ലവർ ഓഫ് രാധ എന്ന് പറയുന്നത്, ഈ ആൻറ്റിയുടെ ലവറായിട്ട് വരുന്ന ആളാണ് അനിൽ. കല്യാണത്തിന് മുമ്പുള്ള ലവറാണ് കേട്ടോ. അപ്പോൾ ഹീസ് ബിലോങ്സ് ടു സിൻഹള കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ, കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ രഞ്ജൻ എന്ന് പറയുന്നത് രാധയുടെ ഹസ്ബൻഡ്. പിന്നെ ഷെഹൻ എന്ന് പറയുന്നത് അർജിൻ്റെ ഫ്രണ്ടുമാണ്. പിന്നെ അവൻ്റെ ഗേ ലവറാണ്.
ഓക്കെ, ഷെഹനാണ് അത്. പിന്നെ ഡാരിൽ അങ്കിൾ എന്ന് പറയുന്ന ഒരാൾ, ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടുമാണ്, എക്സ് ലവർ ഓഫ് അർജീസ് അമ്മ, അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പറയണത് എന്താണ്, അമ്മയുടെ ഫ്രണ്ടുമാണ് എക്സ് ലവറും ആണെന്ന രീതിയിലാട്ടോ പറയുന്നത്, ഡാരിൽ അങ്കിൾ. പിന്നെ ജഗൻ എന്ന് പറയുന്നത് അർജിയുടെ ഫാദറിൻ്റെ സണ്ണ്, ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ സണ്ണ്, അർജിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ സണ്ണാണ് ജഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ പിന്നെ അർജിയാണ് പ്രോട്ടോഗണിസ്റ്റ്, അവനൊരു ഹോമോസെക്ഷലാണ്. പിന്നെ അവന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അവന് പിന്നെ വുമൺ ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ തുടക്കത്തിൽ, അങ്ങനെ ആദ്യമേ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് അത് ഓരോ പോർഷൻസും ഓരോ ചെറിയ രീതിയിലുള്ള ടൈറ്റിൽസ് കൊടുത്തിട്ടാണ് നറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പിഗ്സ് ക്യാൻറ്റ് ഫ്ലൈ എന്നുള്ളൊരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് പോർഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം സെയിം സ്റ്റോറി ആണെങ്കിലും അങ്ങനെ സെക്ഷനായി തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് അർജിയുടെ അവനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഹോമോസെക്ഷലാണ്, ഗേ ആണ്, അതേപോലെ ഇൻട്രസ്റ്റഡ് ഇൻ ഫീമെയിൽ ഡ്രസ്സിങ് ആണ്. അപ്പോൾ പിന്നെ അവൻ ഇന്ത്യൻ തമിഴ് മൈനോറിറ്റി ഗ്രൂപ്പിൽ, ഹിന്ദു തമിഴ് മൈനോറിറ്റി, ദേ ആർ ഇന്ത്യൻ തമിഴ് ഇൻഹെറിറ്റൻസിൽ വരുന്നവരാണ് അവർ. അപ്പോൾ പിന്നെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സഫറിങ്സ്, ടോളറേഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പിന്നെ ആ സമയത്ത് എന്താണ്, സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതേപോലെ പുരുഷൻ മാത്രം അവരെ ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ അങ്ങനെ തന്നെയാണ് അവിടെയും അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ആൺകുട്ടി പുറത്തൊന്നും കളിക്കാൻ പോവാതെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് അങ്ങനെ പെൺകുട്ടികളെ പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നെ അർജുൻ മാത്രം ഗേൾസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ബോയ്സൊക്കെ പുറത്ത് പോയിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജി ഒരു ബ്രൈഡായിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതേപോലെ ഒരു ഗ്രൂമായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് പിന്നെ ശരിക്കും ഗ്രൂമായിട്ടല്ലേ അർജി ഒരുങ്ങേണ്ടത്, അപ്പോൾ പക്ഷേ ബ്രൈഡായിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ കസിനായൊരു തനൂജ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അവർ ഭയങ്കര വിഷയമാക്കി. അപ്പോൾ അർജുനെ കണ്ടിട്ട് എല്ലാവരും അപ്പോൾ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞു കൊടുത്തൊരു ഡയലോഗാണത്, പിഗ്സ് ക്യാൻറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ പന്നികൾക്ക് പറക്കാൻ പറ്റില്ല എന്നല്ല അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ആൺകുട്ടി എന്ത് ചെയ്താലും ആൺകുട്ടിക്ക് ഒരിക്കലും പറക്കാൻ പറ്റില്ല. അതായത് ആൺകുട്ടി ആൺകുട്ടിയുടെ പോലെയും പെൺകുട്ടി പെൺകുട്ടിയുടെ പോലെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. എന്താണ്, പന്നികൾക്ക് ഒരിക്കലും പറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, ആൺകുട്ടി പെൺകുട്ടികളെ ഡ്രസ്സ് ധരിച്ചതുകൊണ്ട് അതൊരു പെണ്ണായി മാറില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അമ്മ അവനെ ശാസിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗാണത്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് സമ്മറി എന്ന് പറയുന്നത് രാധാസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ. അതായത് അർജുൻ്റെ ആൻറ്റി വിദേശത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് വരികയാണ്. അപ്പോൾ പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട്, അതായത് ആ സമയത്ത് ആൻറ്റി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല രാധ ആൻറ്റി. എന്നിട്ട് വന്നിട്ട് അർജിയുമായിട്ടൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കുകയാണ്. ഇമോഷണലി അർജി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ പിന്നെ രാധ ആൻറ്റിയും അർജിയും തമ്മിൽ നല്ല ഭയങ്കര ഒരു അമ്മായിയും വരുമോനും തമ്മിലുള്ള ഭയങ്കര ഒരു അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാധ ആൻറ്റിക്ക് അർജുനെ ഒന്ന് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്ലേൻ്റെ ഭാഗമായിട്ട് രാധ ആൻറ്റി പിന്നെ ഒരാളെ പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെടുന്ന ആളുടെ പേരാണ് അനിൽ എന്ന് പറയുന്ന ആളുമായിട്ട് രാധ ആൻറ്റി അങ്ങനെ ഒരു റിലേഷനിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനിൽ ഒരു സിൻഹള കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അനിലിന് രാധ ആൻറ്റിയുമായിട്ട്
പിന്നെ ക്ലോസ് ആവുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കാരണം വേറെ കമ്മ്യൂണിറ്റിയിൽ അവർ പരസ്പരം കണ്ട എന്താ പറയുക, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹിന്ദു മുസ്ലിം പോലെ അത്രയും പ്രോബ്ലംസാണ് അവിടെ. അങ്ങനെ അവർ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് അത് പുറത്തൊക്കെ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷയമായി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ രഞ്ജൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് രാധാ ആൻറ്റിക്ക് പ്രപ്പോസൽ വരികയും ആ ഒരു കല്യാണം അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു. പക്ഷേ രാധാ ആൻറ്റിക്ക് മനസ്സിലിഷ്ടം അനിലിനോടാണ്. പക്ഷെ എല്ലാവരും അറിയുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ രാധാ ആൻറ്റി അർജി മാത്രം ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ അവർ ജഫ്ന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ശ്രീലങ്ക, ഇനി ഇതിൽ പറയുന്നൊരു പേരാണ് ജഫ്ന. അപ്പം ശ്രീലങ്കയിൽ ജഫ്നയിലേക്ക് പിന്നെ രാധാ ആൻറ്റി പോവുകയാണ്. പിന്നെ തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ ട്രെയിനിൽ വെച്ച് തമിഴ് ആൻഡ് സിൻഹള അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് രാധാ ആൻറ്റി പേടിക്കും. എന്നിട്ട് രാധാ ആൻറ്റി നോർമലി ആ ഒരു പേടി കാരണം അനിലുമായിട്ടുള്ള അഫെയറൊക്കെ വിട്ടിട്ട് പിന്നെ രഞ്ജന കല്യാണം കഴിക്കുന്നുണ്ടോ. അപ്പോൾ അതോടുകൂടി ആ ഒരു പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് പാർട്ടിലേക്ക് പോവുകയാണ്. തേർഡ് പാർട്ടിൽ പറയുന്നത് സി നോ വിൽ ഹിയർ നോ ഈവിൾ എന്ന് പറയുന്നൊരു പാട്ടാണ് വരുന്നത്. അതായത് എന്താ പറയുക, ഒന്നും കാണാതെയും കേൾക്കാതെയും നടക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇനി അടുത്തത് നറേഷൻ വരുന്നത്. അപ്പ എന്നാണ് കേട്ടോ പിന്നെ അർജിൻ്റെ ഫാദറിനെ ഇതിൽ പറയുന്നത്, ഈ സ്റ്റോറിയിൽ പറയുന്നത്. അങ്ങനെ അപ്പ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ ഓൾഡ് എക്സ് ലവറായിട്ടുള്ള ഡാരിൽ അങ്കിള് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് വരികയാണ്, ശ്രീലങ്കയിലേക്ക് വരികയാണ്. ശ്രീലങ്കയിലെ കാര്യം അദ്ദേഹം വളർന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ 10 വർഷമായിട്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ബർഗറാണ്. ബർഗർ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കനും അച്ഛൻ ബിലോങ്സ് ടു ഒരു ഡച്ച് പോർച്ചുഗീസ് ഇൻഹെറിറ്റൻസിലുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് ബർഗർ എന്നൊരു ടേം അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം പിന്നെ അർജിക്ക് സുഖം അല്ല, അങ്ങനെ പിന്നെ അവർ ഒരു കൊളംബോയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഈ മെഡിക്കൽ ചെക്കപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇയാൾ ഫ്രീക്വൻ്റ്ലി പിന്നെ വിസിറ്റ് ചെയ്യും. ഈ അർജിനെയും അമ്മേനെയൊക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് അർജിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അമ്മയ്ക്കുള്ള വിവരം അർജി അറിയുന്നത് കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് എന്താണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ വിവാഹത്തിൻ്റെ മുമ്പ് എന്നൊരു ഇത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ അങ്കിൾ എന്ത് ചെയ്യും, അങ്ങനെ മോശമായിട്ടൊന്നുമില്ല, അതവിടെ വെറുതെ ഒരു ഇതായിട്ട് പറയുന്നുള്ളൂ. പിന്നെ ഈ അങ്കിള് ജഫ്നയിലേക്ക് പോകും ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ കമ്മ്യൂണൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു ഭയങ്കര ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഡെഡ് ബോഡി കിട്ടും. അത് അങ്കിളിൻ്റെതാണ് എന്നുള്ള വിവരം അറിയും. അപ്പോൾ പിന്നെ അർജിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അമ്മ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോവുകയാണ്. അതായത് ഒരു ലോയറിനെ കാണാൻ പോകും. അപ്പോൾ കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരു സപ്പോർട്ട് ഇതിന് കിട്ടുന്നില്ല. കാരണം അവരൊക്കെ പിന്നെ എന്തായി മെജോറിറ്റി ഗ്രൂപ്പായ സിൻഹള കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ്. അപ്പോൾ അമ്മ അത് അന്വേഷിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ലോയർ ഇങ്ങനെ പറയാ സി നോ എവിൾ ഹിയർ നോ എവിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എഴുതിയപ്പോൾ എന്തോ സി നോ എവിൾ ഹിയർ നോ എവിൾ യാ അങ്ങനെ തന്നെ. അതായത് ഒന്നും കണ്ടില്ല കേട്ടില്ല നടിക്കുന്നതിനായിരിക്കും അതാണ് നല്ലത് എന്നാണ് പറയുന്നത്. കാരണം എങ്ങനെ ആയാലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുക അർജിനെയും പിന്നെ സിൻഹള കമ്മ്യൂണിറ്റിനേക്കാരം, അതുകൊണ്ട് പിന്നെ മിണ്ടായിരിക്കുകയാണ് നല്ലത് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. പിന്നെ ആ ഒരു സെക്ഷൻ അവിടെ തീർന്നു. പിന്നെ ഫോർത്ത് സെക്ഷനിൽ സ്മാൾ ചോയ്സസ് എന്ന് പറയുന്ന സെക്ഷനാണുള്ളത്. ആ സെക്ഷനിൽ പറയുന്നത് അർജീസ് ഫാദർ UK റിട്ടേൺഡായി. ആ സമയത്ത് അർജിയുടെ പിന്നെ സ്കൂൾ ഫ്രണ്ടിൻ്റെ മോൻ, അതായത് ജഗൻ, നമ്മൾ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ജഗൻ എന്ന് പറയുന്ന പിന്നെ
അപ്പോൾ ജഗനെയും കൂട്ടിങ്ങാണ്ടാണ് UK വരിക. അപ്പോൾ വരുന്ന സമയത്ത് എന്താണ് അർജുൻ ഫാദർ ഹാസ് ഗോട്ടെ അവർക്കൊരു ഹോട്ടൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ജഗൻ എന്ന് പറയുന്നത് ഒരു തമിഴ് പുലിയാണ്, അവന് തമിഴ് ടെററിസ്റ്റ് ഗ്രൂപ്പിലെ ആളാണ് എന്നുള്ള രീതിയിലൊരു തെളിവ് വരും. പക്ഷെ അവനത് ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിലും തമിഴ് പൊളിറ്റീഷ്യൻസ് ഒക്കെ അവൻ ഐഡൻറ്റിഫൈ ചെയ്യും. കാരണം അവരെ കൊല്ലാനുള്ള ആ ഗ്രൂപ്പിലുള്ള തമിഴ് പുലി ഗ്രൂപ്പിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷയം വരുമ്പോൾ എന്ത് ചെയ്യും, അർജുൻ്റെ ഫാദർ ജഗനെ തിരിച്ച് UK തന്നെ വിടും. അങ്ങനെ ഒരു പോർഷൻ അതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദ ബെസ്റ്റ് ഓഫ് ആൾ സ്കൂൾസ് എന്ന് പറയുന്ന സെക്ഷനാണ് വരുന്നത്, 5th സെക്ഷൻ. അതായത് അപ്പ എന്ത് ചെയ്യും, എന്താണ് അർജുൻ്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംശയിക്കാൻ തുടങ്ങും. കാരണം മോൻ നല്ല രീതിയിലല്ല പോകുന്നത്, അവന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, മറ്റുള്ള കുട്ടികളെ പോലെ അല്ല, നോർമലായിട്ടുള്ള സെക്ഷുവാലിറ്റി ഈ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ആ ഒരു നല്ല ഒരു കൺട്രോളിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിക്ടോറിയൻ സ്കൂളിലേക്ക് അവനെ പറഞ്ഞു വിടും. അപ്പോൾ അവൻ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തും, ഷിഹാൻ. അങ്ങനെയാണ് പിന്നെ അവർ പരസ്പരം തമ്മിൽ ഒരു അടുപ്പുണ്ടാവുകയും അങ്ങനെ അവർ ഒരു ഗേ രീതിയിൽ പോകുന്നത് അങ്ങനെ ആ സമയത്താണ്. അങ്ങനെ അവർ പിന്നെ അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും സ്കൂളിൽ. അയാൾ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ആളേക്കാരം. പിന്നെ അർജിക്കാണെങ്കിൽ അവനത് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ബ്ലാക്ക് ടൈ എന്നാണ് ആ ഒരു ഹെഡ് മാസ്റ്റർ അവിടെ പറയുന്നത് തന്നെ കേട്ടോ. ആക്ച്വലി വിചാരിച്ചിരുന്നത് സ്കൂളിൽ പിന്നെ അവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ മാറും, അവനെ സ്കൂളിൽ ചേഞ്ച് ചെയ്താൽ എന്ന രീതിയിലാണ് ശരിക്കും അവനവിടെ ചേർത്തത്. പക്ഷേ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലാണ് പോയത് കേട്ടോ. പിന്നെ അങ്ങനെ ഈ അർജി ഷിഹാൻ ബന്ധം ഡിജി എന്ന് പറയുന്ന അർജുൻ്റെ ബ്രദറിന് അത്ര അതൊരു മോശം ബന്ധമായിട്ട് തോന്നുകയും അവൻ വേണ്ടാന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അർജി അത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവർ തമ്മിലൊരു സെക്ഷൽ കൗണ്ടർ ഉണ്ടാവുന്നുണ്ട് അർജിൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ ദെൻ ആഫ്റ്റർ അർജി ഗോട്ടെ, അപ്പോൾ അതിന് ശേഷം അർജിക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് വരികയാണ്. എന്നിട്ട് അപ്പോൾ അവന് ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞതൊന്നും അനുസരിച്ചില്ല, ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയോ എന്നൊരു ചിന്ത അവന് വരുന്നു. അങ്ങനെ പിന്നെ സ്കൂളിലൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു, 2 പോയം പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പോയം പഠിക്കാൻ പറഞ്ഞ സമയത്ത് സ്കൂളിൽ ഗവൺമെൻറ് റെക്കഗ്നൈസേഷൻ ചൂസ് ഗവൺമെൻറ്റിൻ്റെ അതായത് ഗവൺമെൻറ്റിൻ്റെ റെക്കഗ്നൈസേഷൻ കിട്ടി സ്കൂളൊന്ന് ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് 2 പോയം അർജി പാടണം എന്ന് പറഞ്ഞങ്ങാണ്ട് പിന്നെ ഹെഡ് മാഷ് പറയും. അപ്പോൾ അർജി അവൻ മാനസികമായിട്ടൊരു ഗിൽറ്റി ഫീലിങ്ങിലായതുകൊണ്ട് തന്നെ അവനത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവൻ അതിൽ ഫെയിൽ ആവുകയും ചെയ്യും. അങ്ങനെ നന്നായിട്ട് റിസൈറ്റ് ചെയ്യാൻ പറ്റൂല ആ പോയംസ്. അങ്ങനെ അത് അവിടെ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ 6th സെക്ഷൻ വരികയാണ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ, റിയോറ്റ് ജേണൽ ആൻഡ് എപ്പിലോഗ് എന്ന് പറയുന്ന സെക്ഷൻ. അവിടെ സ്ട്രൈക്സ്, കമ്മ്യൂണൽ റൈറ്റ്സ് ഇഷ്യൂസ് പിന്നെയും വരികയാണ്, ഒരുപാട് സമരങ്ങൾ വരികയാണ്. അങ്ങനെ പിന്നെ വീടൊക്കെ കത്തിക്കുന്നൊരവസ്ഥ വരികയാണ്. അങ്ങനെ അർജിയുടെ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ അവരൊക്കെ ഒരു കാറിൽ ലോക്കായി അങ്ങനെ മരിക്കുന്നൊരവസ്ഥയൊക്കെ വന്നു. അവർ കാറിൽ ലോക്കായി പിന്നെ കാർ കത്തിച്ച് ഒക്കെ ഒരവസ്ഥയൊക്കെ വന്നു. അങ്ങനെ അർജിയും പാരൻസും ഒക്കെ അവരുടെ വീട്ടിൽ നിന്ന് അടുത്ത ഒരു നൈബറി വീട്ടിലേക്ക് മാറി. അങ്ങനെ പിന്നെ അവർ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ ഷിഫ്റ്റ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ പിന്നെ ലാസ്റ്റ് പോകാവുന്ന ആ സമയത്ത് അർജി ഷഹാനും തമ്മിൽ ഒന്നും കൂടി പരസ്പരം കാണുകയും അങ്ങനെ അവർ ആ ഒരു റിലേഷൻ അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതോടുകൂടി ആ സ്റ്റോറി അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതാണ് 6th സെക്ഷനായിട്ടാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്ററിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് വരുന്നത്. ഒരു കൊളംബോ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്റ്റോറിയാണ്. സോഷ്യോ പൊളിറ്റിക്കൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നുണ്ട്, ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അയാളുടെ ആ ഒരു ജേണി, ഒരു പിന്നെ
ബിൽഡിംഗ് റോമൻ ജേണി എന്ന് പറയുന്ന ആ ഒരു ജേണി. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത നമ്മളേതെങ്കിലും സ്റ്റോറീസിലൂടെ ഇനിയും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും.